ഏതു വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഡച്ചുകാർ. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേതുങ്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ബ്രിട്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ്? ബ്രസീൽ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ 2, 3, 4. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുംതോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1, 2, 3 എന്നിവ തെറ്റാണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന പ്രസ്താവന ശരിയാണ്. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം വേലിബലം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന 1, 4 എന്നിവ തെറ്റാണ്. പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്നു ശരിയായ പ്രസ്താവനയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. സ്ലിം മിഷൻ ഏതു രാജ്യത്തിന്റെ ചാന്ദ്രദൗത്യമാണ്? ജപ്പാൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു. ധാന്യശേഖരം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതായി. 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതിന്യായ സംവിധാനവും. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ 226. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി 42ാം ഭേദഗതി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം. വോട്ട് പാർട്ടിക്ക്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യവും മൃഗസംരക്ഷണവും. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതല ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിച്ചത് തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം വട്ടച്ചൊറി. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ A. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിന് ബലത്തിനോട് തുല്യമായത് ടോർക്ക്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൻ ശ്രേണി കാണപ്പെടുന്ന മേഖല അൾട്രാവയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ടുവെച്ച ശാസ്ത്രജ്ഞൻ അരീനിയസ്. കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമേത്? ഗ്രാഫൈറ്റ്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ: SL പുരം സദാനന്ദൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ്, സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. നോവലിന്റെയും നോവലിസ്റ്റിന്റെയും പേരുകൾ ചേർത്ത് നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി: ബുധിനി സാറ ജോസഫ്, റാം കെയർ ഓഫ് ആനന്ദി അഖിൽ P. ധർമ്മജൻ. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ M. കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി
അവാർഡ് നിരസിച്ചു. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകന് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് കൊടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് എടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകന് എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് എടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള നിയമപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതുമായ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴസംഖ്യ 25,000 രൂപ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്ന തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയില് തവനൂർ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 6 വയസ്സ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗാർഡനർ. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ബന്ദുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽപ്പെട്ടത് ആത്മസംതൃപ്തി. ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ. ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? കാറ്റഗറി ടി. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. കേരള മോട്ടോർ വാഹന റൂൾ 1989 ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ 19. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനത്തിന്റെ പെർമിറ്റ് കാലാവധി 5 വർഷം. 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2 വർഷം. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറ്റ് റോഡ് ഉപഭോക്താക്കളും പൊതുജനങ്ങളോടും ഉള്ള ഒരു ഡ്രൈവറുടെ കടമ. പരസ്പരം കടന്നുപോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ വാഹനം ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. 2 ചക്രത്തിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതൽ: ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കണം. ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിന്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം.
വാഹനം കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. താഴെ പറയുന്നവയിൽ ഹാർഡ് കൺട്രോൾ ഏതെല്ലാം? ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം? വൈപ്പർ, ഇഗ്നിഷൻ. ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വങ്ങൾ. മറ്റു റോഡുകൾ ഉപഭോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ. ഡിഫൻസീവ് ഡ്രൈവിംഗ്. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിന് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ആംബുലൻസ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ? ജഡ്ജ്മെന്റ്, ആന്റിസിപ്പേഷൻ, എസ്കേപ്പ് റൂട്ട്. MSM എന്നാൽ മിറർ സിഗ്നൽ മാനവർ. കേരളത്തിലെ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത മണിക്കൂറിൽ 65 കിലോമീറ്റർ. ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം അൺലാഡൻ ഭാരം. റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? 24 മണിക്കൂർ. ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? സ്റ്റോപ്പ് ലൈനിന് മുൻപ്. പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ രക്ഷകർത്താവ് നൽകേണ്ട പിഴത്തുക 25,000 രൂപ. ചുവടെയുള്ള വാക്യങ്ങളിൽ തെറ്റായത് ഏത്? കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 168 പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റ്. ശരി. ആ ദൗത്യം ചെയ്ത വ്യക്തി ആശുപത്രി ചെലവുകൾ വഹിക്കേണ്ടതില്ല. ആശുപത്രി നടപടിക്രമങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതുമില്ല. 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിലുള്ള യാത്ര സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കുവാനും സാധിക്കും. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ഇ-ചലാൻ മുഖേന. വാഹനത്തിന്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലീസ് ഓഫീസർ, AMVI, സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. വാഹനത്തിൽ ഫാസ്റ്റ് ടാഗ് പതിക്കേണ്ടത് എവിടെയാണ്? വിൻഡ് സ്ക്രീനിൽ. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഫയർ ടെൻഡർ, ക്രോഡി സൈക്കിൾസ്, ആംബുലൻസ്. ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിന്റെ നിയന്ത്രണം എല്ലാ മോട്ടോർ വാഹനത്തിലും ബാധകമാണ്. ഹസാർഡ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ, VLTD. ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ ഗ്ലാസ് ലേബലിന്റെ വലുപ്പം ഓപ്ഷൻ ബി 250.